ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് നല്ലൊരു നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ടും, അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് പാകത്തിന് പഴുത്തിട്ടുള്ള ഒരു പഴമാണ്. ഓവർ റൈപ്ഡ് ആയിരുന്നെങ്കിലും ആ ഒരു പഴം വെച്ചിട്ടായാലും നിങ്ങൾക്ക് നന്നായിട്ട് കറുത്ത പഴമൊക്കെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി വയ്ക്കാം. അതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പഴം വാട്ടിയെടുക്കണം. പഴത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ഉടഞ്ഞു തുടങ്ങുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വാടി കിട്ടും. ഇത് നമുക്ക് കഴിക്കുന്ന ഒരു കറക്റ്റ് പാകത്തിനുള്ള പഴുപ്പായിട്ടുള്ളൊരു പഴമാണ് കേട്ടോ. എങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ പഴം ചെറുതായിട്ട് ഇതുപോലെ ഉടഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് പക്ഷേ ഇതിനും കുറയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കറക്റ്റ് നമുക്ക് വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു മധുരത്തിലായിരുന്നു ഈ 1 ടേബിൾ സ്പൂൺ. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1.5 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എടുത്താലും കുഴപ്പമുണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പഞ്ചസാരയൊക്കെ മെൽട്ടായി കണ്ടില്ല, ഇങ്ങനെ കുഴഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും കൂടി ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേശ്ശെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലിന് അളവ് ഞാൻ പറയുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പാൽ ആഡ് ചെയ്താൽ മതി. നമ്മളുടെ ആ ഒരു കറക്റ്റ് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനുള്ള ആ ഒരു പരുവത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ആ പാകത്തിന് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാൽ ആഡ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ആഡ് ചെയ്ത് ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഉടഞ്ഞൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ വീണ്ടും കുറേശ്ശെ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് കിട്ടുന്ന ഈ പഴം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇത് ചേർക്കാൻ പോകുന്നത് റവയാണ്. ഒരു 1/2 കപ്പ് റവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇപ്പോൾ ഒരു പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളതാണ് അതും. പിന്നെ തേങ്ങയാണ്, ചിരകിയ തേങ്ങ, അതൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡ്രൈ ആയിട്ട് റവയൊക്കെ തോന്നുകയാണെങ്കിൽ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ അങ്ങനെ ഒരുപാട് പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു റവയൊക്കെ പിന്നെ നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് കുഴപ്പം വരില്ല. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റവയും തേങ്ങയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടി ഒന്ന് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് നല്ലൊരു നമ്മുടെ ആ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ റവ അധികമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പാലൊഴിച്ചിട്ടൊന്നിങ്ങനെ ഇതാക്കിയെടുത്താൽ കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ അത് ഏകദേശം നമ്മളുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പഴം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ ഉടഞ്ഞ് പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന് ഇതുപോലെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മിക്സാണ് വേണ്ടത്. ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിൽ ഒന്ന് ആ ഒരു ചെറിയൊരു ചൂടിൽ കൈ പൊള്ളരുത്, എന്നാൽ ഒട്ടും ചൂടാറാനും പാടില്ല. ആ ഒരു രീതിയിൽ നമുക്കിതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. നമ്മൾ കണ്ടപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഇതുപോലെ നല്ല ചെറുതാരങ്ങ വലുപ്പത്തിലുള്ള ബോളാക്കി ആയിട്ട് നമുക്കിത്
ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ നെയ്യ് തടവണമെങ്കിൽ ഒന്ന് നെയ്യൊന്ന് തടവിയിട്ട് ഉരുട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ആദ്യത്തെ ഒരു ഉരുള ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ കൂട്ടും ഇതുപോലെ ബോളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പം, നമുക്ക് അധികം തോന്നണമെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഈ ബോളായിട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ബോളാക്കി എടുക്കുന്നതാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ബോളാക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ എല്ലാതും ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവിൽ നിന്ന് 2 പഴത്തിൽ നിന്ന് എനിക്ക് 12 ബനാന ബോൾസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഷാലോ ഫ്രൈ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കാരണം പ്രത്യേകിച്ച് ഇനി വേവേണ്ട സാധനങ്ങളൊന്നുമില്ല, എല്ലാതും ഒരുവിധം കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു കുറച്ച് ക്രിസ്പിയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാതും ഞാൻ പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് ഓയിലിലാണ്. നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഒത്തിരി നെയ്യൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മട്ടിപ്പ് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഓയിലിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ നെയ്യിൻ്റെ ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയിൽ പഴം വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിലും അത് ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഒരു ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ബോൾസ് ഒരു മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ ഇങ്ങനെ ഉരുട്ടി ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഒരേപോലെ കളർ ചേഞ്ച് ചെയ്ത് ഒന്ന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും ഇവിടെ ഏകദേശം ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടിൽ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാ സൈഡും ഒന്നിങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത് ഓരോന്നും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. പല്ലൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുള്ള മുതിർന്ന വയസ്സായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും ഇത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു പലഹാരമാണ് കേട്ടോ. ഒട്ടും തന്നെ കടിച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ എല്ലാ ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു ഗോൾഡൻ കളർ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതുപോലെ കോരിയെടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു പഴം ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പം ഒന്ന് കുറച്ച് തേങ്ങ ചിരകിയിട്ടും കൂടിയൊക്കെ ഞാൻ മേലെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.